ഡീൻ കുര്യാക്കോസ് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് കുറേ കൂടി നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ ദയനീയമായി പരാജയപ്പെട്ട ഒരു എം പി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ട് ഈ ജില്ലയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിരുന്നതിനെ കുറിച്ച് കാര്യമായ അവകാശവാദം അദ്ദേഹത്തിന് പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. LDF പിന്നെ ഈ ജില്ലാ കമ്മിറ്റി യോഗം ഈ 14-ാം തീയതി ചേരുന്നുണ്ട്. 14-ാം തീയതി ചേർന്ന ഈ മാസം 28-ാം തീയതിക്ക് മുമ്പ് പാർലമെൻറ്റ്, നിയോജകമണ്ഡലം, മേഖല, ബൂത്ത് തല യോഗങ്ങൾ ചേരും. കക്ഷികളെന്ന നിലയിൽ ബൂത്ത് തല കമ്മിറ്റികൾ വരെ ആയിട്ടുണ്ട് എല്ലാ പാർട്ടിയുടെയും, CPM-ൻ്റെ CPI-യുടെ ഒക്കെ. വോട്ടർമാരെ ചേർക്കുന്ന ജോലി വളരെ നേരത്തെ ആരംഭിച്ചിരുന്നു. അത് കുറേയേറെ മുമ്പോട്ട് പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ പ്രധാനമായും 2 തലത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് വർക്ക് മുമ്പോട്ട് നീങ്ങുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പിൻ്റെ സംഘടന. ആ തെരഞ്ഞെടുപ്പ് സംഘടന സജീവമാക്കിക്കൊണ്ട് ഉള്ള വർക്കാണ് ഇനിയിപ്പം ആരംഭിക്കാനുള്ളത്. ഓരോ കക്ഷികളുടെയും സംഘടനയായിട്ടുണ്ട്. 2, തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും BJP-യുടെ നിലപാടുകളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ നിലയിൽ രാഷ്ട്രീയമായി പാർലമെൻറ്റിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടാകും. നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനം തന്നെ നിലനിൽക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത്. അതിനെ ആ ഗൗരവത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്നുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഈ 1-ാം തീയതി കൂടി, മാർച്ച് മാസം 1-ാം തീയതി കൂടി ആരംഭിക്കും. അതിനു മുമ്പ് അതിൻ്റെ സംഘടനാ സംവിധാനം പൂർത്തിയാകും. LDF എന്ന നിലയിൽ സംഘടനാ സംവിധാനം പൂർത്തിയാകും. ഈ കോൺഗ്രസ് ഡീൻ കുര്യാക്കോസ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്നൊരു തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. സോഷ്യൽ മീഡിയയിലടക്കം ലൂയിസ് ജോർജ് ആകും ഇടത് സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ? അല്ല, സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു പ്രവർത്തനം ഇടതുപക്ഷം ഇതുവരെ നടത്തിയിട്ടില്ല. അത് തീരുമാനിക്കേണ്ട CPM-ആണ്. അത് സ്ഥാനാർത്ഥി ആര് തന്നെയാണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റെടുക്കും. ഡീൻ കുര്യാക്കോസ് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് കുറേ കൂടി നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇതുപോലെ ദയനീയമായി പരാജയപ്പെട്ട ഒരു MP കഴിഞ്ഞ 5 കൊല്ലക്കാലം ഈ ഇടുക്കി ജില്ലയിൽ MP-യുടെ സാന്നിധ്യമുണ്ടായി എന്ന് പറയുന്ന ആളുകളില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ട് ഈ ജില്ലയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിരുന്നതിനെ കുറിച്ച് കാര്യമായ അവകാശവാദം അദ്ദേഹത്തിന് പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത, കേന്ദ്ര ഫണ്ട് നമ്മുടെ ജില്ലയ്ക്ക് മതിയായ വിധം വിവിധ സ്കീമുകൾ, റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഏലത്തിൻ്റെ വില എടുക്കാം, നാളികേരത്തിൻ്റെ കാര്യമെടുക്കാം, റബ്ബറിൻ്റെ കാര്യമെടുക്കാം, ഈ വിഷയത്തിലൊന്നും ഫലപ്രദമായി ഇടപെട്ടിട്ടുള്ള ഒരു MP അല്ല ഡീൻ കുര്യാക്കോസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അദ്ദേഹം ഊതി വീർപ്പിച്ച കഥകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ചെറുതോണി പാലമാണെങ്കിൽ ആ പാലം പിന്നെ ജോയ്സ് ജോർജ് MP ആയിരുന്ന കാലത്ത് ആരംഭിച്ചതാണ്. അതിൻ്റെ ഫണ്ട് ലൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഡീൻ കുര്യാക്കോസ് എന്ന MP പരമദയനീയമായി പരാജയപ്പെട്ടൊരു MP-യാണ്. അത് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് തീർച്ചയായും ജനങ്ങളോട് ആ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന് 2-3 കാരണങ്ങളുണ്ടല്ലോ. ഒന്ന്, ശബരിമല പ്രക്ഷോഭത്തിൻ്റെ അലകൾ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വന്നതും കോൺഗ്രസ്സിന് രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടുമെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകുമെന്നായിരുന്നു പ്രചരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സിനെ കുറേ കൂടി ശക്തിപ്പെടുത്തണം, കോൺഗ്രസ് അനുകൂലമായി നിലപാടെടുക്കണം എന്ന് കേരളത്തിലെ വോട്ടർമാരെല്ലാവരും തന്നെ ചിന്തിച്ചു. അത് ഇവിടെ മാത്രമല്ല, 19 നിയോജക മണ്ഡലങ്ങളിലും UDF-ൻ്റെ സ്ഥാനാർത്ഥിമാരാണല്ലോ വിജയിച്ചത്, നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അപ്പോൾ ആ ഒഴുക്കിൽപ്പെട്ട് ഇവിടെ ഡീൻ കുര്യാക്കോസ് 1,74,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി. അത് അദ്ദേഹത്തെ രാഷ്ട്രീയ വിജയമായിരുന്നില്ല, ഈ പ്രത്യേക സാഹചര്യത്തിലുണ്ടായ വിജയമാണ്. രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻകൈയുള്ള ഒരു മണ്ഡലമായി ഇടുക്കി മാറിയിട്ടുണ്ട്. ഇവിടെ 5 നിയോജക മണ്ഡലങ്ങളിൽ 4 ഇടത്തും ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഒരേ ഒരു സീറ്റ് മാത്രമേ UDF-ന് ഇവിടെയുള്ളൂ, ഇടുക്കി ജില്ലയിൽ, അത് തൊടുപുഴ. പിന്നെ പോയിട്ട് കോതമംഗലത്ത് ഇടതുപക്ഷമാണ്,
എറണാകുളം ജില്ലയിൽപ്പെട്ട കോതമംഗലം, മൂവാറ്റുപുഴ മാത്യു കുഴൽനാട്. അപ്പോൾ ആ 2 സീറ്റ് ഒഴിച്ചാൽ ബാക്കി 5 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടാവും, വിജയം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശയം സംശയമില്ല. ഒരു 3ാം അംഗത്തിന് ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും ഏറ്റുമുട്ടിയാൽ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ഉണ്ടാകും. ജോയിസ് ജോർജാണ് സ്ഥാനാർത്ഥി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് CPM തീരുമാനിക്കുന്നത്. ഇടതുപക്ഷത്തിന് കരുത്തനായ സ്ഥാനാർത്ഥി ഉണ്ടാവും. ആ സ്ഥാനാർത്ഥി ആര് തന്നെയാണെങ്കിലും ഇടുക്കി ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും കാര്യമില്ല.